ഹായ് ഗായ്സ് ഗായ്സ് എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാലേ ഞാൻ ഒന്ന് എറണാകുളത്തേക്ക് കേട്ടോ. ഇപ്പം സമയം കറക്റ്റ് രാത്രി 1 മണി കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറണം. അപ്പോൾ കണ്ണൂരേക്ക് നമുക്ക് നമ്മുടെ സ്കൂട്ടിയിൽ പോവാം. ഓക്കെ, അപ്പോൾ വണ്ടി ഉണ്ടല്ലോ 12:37 കണ്ണൂർ എത്തേണ്ട വണ്ടിയാണ്. ആപ്പിൽ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ 12:37, പക്ഷേ ലേറ്റാണ്. 1:55 ഇപ്പം കാണിക്കുന്നു കണ്ണൂർ എത്തുന്ന ടൈം, ട്രെയിൻ എത്തുന്ന ടൈം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് എന്തായാലും എനിക്കൊന്ന് വെച്ചാൽ ട്രെയിൻ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. 2 മണി കഴിയും. ഓക്കെ, ഇടക്കിടക്ക് ആ വണ്ടി 2:30 ആവലുണ്ട്, 2:30 കഴിയലുണ്ട് ഇടക്കിടക്ക്. ഒരുവട്ടം ഞാൻ പോയിട്ട് 12 എന്താ പറഞ്ഞാൽ പറഞ്ഞില്ലേ 12:37 കണ്ണൂർ എത്തേണ്ട വണ്ടി. അപ്പോൾ ഒരുവട്ടം ഞാൻ പോയിട്ട് അത് 2:30 ആയിട്ടും വണ്ടി എത്തിയില്ല. എന്നിട്ട് ഞാൻ ഒരുവട്ടം തിരിച്ചു വരെ ഇങ്ങോട്ടേക്ക്. അപ്പോൾ വണ്ടി ലേറ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഈ വണ്ടി ലേറ്റ് ആയിട്ട് വരുമ്പോൾ എറണാകുളം എത്തുമ്പം എന്താ പറയുക രാവിലെ കുറേ സമയമാവും. രാവിലെ എത്ര മണിക്ക് എത്തേണ്ട വണ്ടി അറിയാം? എറണാകുളം 7:30 എത്തേണ്ട വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റായിട്ട് വരുമ്പോൾ ഇപ്പം 7:33 കാണിക്കുന്നത്. പക്ഷെ ഒരു പക്ഷേ ലേറ്റ് ആവും, പറയാൻ കഴിയില്ല. അവിടെ എത്താൻ ലേറ്റ് ആവും ഒരു പക്ഷേ. എന്നാലും സാറല്ല വിടാട്ടാ. ഓക്കെ, ഈ ഒരു ബാഗ് എടുക്കുന്നില്ല കേട്ടോ. ഞാൻ നാളെ തന്നെ റിട്ടേൺ വരും. വാ കുയിസ് കൂരാക്കൂരിരുട്ട്. വാ ഹെൽമെറ്റ് എടുക്കട്ടെ. ടാറ്റാ പോകാം കുയിസ്. എനിക്ക് ഹെൽമെറ്റ് വാങ്ങണോ അല്ലേ? വാങ്ങേ. നമ്മളെ പെങ്ങളെ കുട്ടിക്ക് ഹെൽമെറ്റ് വാങ്ങിനി. അപ്പോൾ ഇനി പറയാന്ന് ഹെൽമെറ്റ് വാങ്ങണോ. ഇതാ സാധനം, ഇതാ മോശമില്ല കേട്ടോ സാധനം, നല്ല രസമുണ്ട്. പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന ഹെൽമെറ്റ്, ചെറിയ ഹെൽമെറ്റ്. അല്ല വാങ്ങാട്ടാ. ഗോ 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 ടാറ്റാ. പോ. അപ്പോൾ ഗോയ്സ് നമുക്ക് കണ്ണൂർ എത്തിയിട്ടാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ കണ്ണൂർ എത്തിയേട്ടാ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ കവാടം. ഇതാ റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ കിഴക്കേ കവാടം. അപ്പോൾ വീട് എന്തിനാണ് നിർത്തിയെന്ന് വെച്ചാലേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കേട്ടോ. ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഒരു ആപ്പുണ്ട്, ജനറൽ ടിക്കറ്റിൽ നമുക്ക് എടുക്കാം. UTS എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ കുറേ ആയിട്ട് അതിലാണ് ടിക്കറ്റ് എടുക്കൽ, അല്ലാണ്ട് കൗണ്ടറിൽ പോയിട്ട് എടുക്കില്ല. ഓക്കെ, അപ്പോൾ ട്രെയിൻ പയ്യന്നൂരിൽ നിന്ന് വിട്ടേട്ടാ. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് സ്റ്റേഷനിലെ ഇവിടത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഓക്കെ, ടിക്കറ്റ് 105 റുപ്യ കേട്ടോ, 105. ഗായ്സ് ടിക്കറ്റ് ആയി കേട്ടോ, ടിക്കറ്റ് കിട്ടി. ഗായ്സ് ഇതാ ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ആയി കേട്ടോ, റെഡി. ഞാൻ എന്തിനാ അറിയും ഇവിടുന്ന് ടിക്കറ്റ് എടുത്തേ? റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് മീറ്റർ ദൂരത്തുനിന്ന് എടുക്കണം, ഒരു 100-200 മീറ്റർ ദൂരത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് ഈ ആപ്പ് വഴി എടുക്കാൻ കഴിയും. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് എടുക്കാൻ കഴിയും. പിന്നെന്തോ QR കോഡ് വഴി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എടുക്കാം. റെയിൽവേ സ്റ്റേഷനിൽ QR കോഡ് ഉണ്ടാവും, അത് സ്കാൻ ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. പയ്യന്നൂർ കഴിഞ്ഞ വണ്ടി, നമുക്കിനി അവിടെ വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി ഒരു ദിവസത്തേക്ക് 25 റുപ്യ കേട്ടോ. 25 രൂപയാണ് ഒരു ദിവസത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ടിക്കറ്റ് ഒന്നും എടുക്കണ്ടല്ലോ, ടിക്കറ്റ് ആയില്ലേ. റെയിൽവേ സ്റ്റേഷനിൽ ഇതാരാണ് ഒരു സൗണ്ട് വരുവേ, കണ്ടാ സൗണ്ട് ഉണ്ടോ? അവിടെ വണ്ടി കയറ്റിയിടാ, ഇവിടെ തന്നെ ഇടം കയറ്റിയിടാം അല്ലേ. കേട്ടോ ഓക്കെ, കയറുണ്ട്. ആ ചിന്തിക്കുക. ഇടാ മതി. ഇല്ലേ? ഓക്കെ ഗൈസ്, കയറി. ഒരു ദിവസത്തേക്ക് അയക്കാൻ കഴിയില്ലേ? വണ്ടി നമ്പറാ 25. QR കോഡ് ബാക്കിലാണല്ലേ. ഓക്കെ, അങ്ങനെ വണ്ടി വെച്ചിട്ടാ 24 മണിക്കൂറേക്ക് 25 രൂപ കേട്ടോ. അത് 24 മണിക്കൂറിന് അധികമാകുമ്പോൾ അധികം കൊടുത്താൽ മതി. ഇപ്പോൾ 2 ദിവസത്തേക്കല്ലാന്നെങ്കിൽ അതായത് അപ്പോൾ 48 മണിക്കൂർ കിട്ടും. അപ്പോൾ 50 റുപ്യ ആവും. അങ്ങനെയാണ്. ഓക്കെ, വണ്ടി എടുത്ത് നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ വണ്ടി എത്തുന്ന ഒരു ടൈമിന് കുറച്ച് മുമ്പെല്ലാം വന്നേരം വണ്ടിക്ക് വേണ്ടി കൂടെ കെട്ടിക്കിടക്കലാ. ഇപ്പോൾ വണ്ടി പഴങ്ങാടി കഴിഞ്ഞ് കണ്ണപുരം എത്താൻ പോകുന്നു കേട്ടോ. കണ്ണപുരം എത്താൻ പോകുന്നു, പഴങ്ങാടി കഴിഞ്ഞ്. ടൈമുണ്ട് ഇപ്പോൾ
പ്രശ്നമൊന്നുമില്ല. കണ്ണൂർ 2:08 എത്തുമെന്ന് കാണിക്കുന്നത്. 12:37 എത്തേണ്ട വണ്ടി 2:08 എത്തുമെന്ന് കാണിക്കുന്നത്. 8 12:37 എത്തേണ്ട വണ്ടിയാണ്. അങ്ങനെ ആപ്പിൽ കാണിക്കുന്നത് കേട്ടോ. 12:37 2:08 AM കാണിക്കുന്നു. കണ്ണാവരം സ്റ്റോപ്പിലെത്താനായി. എസ്കലേറ്റർ എന്നെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്യുന്നു. പോട്ടെ എസ്കലേറ്റർ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് മുമ്പ് രാത്രി ഇതുപോലെ വന്നിട്ട് 12:40 വണ്ടീൻ്റെ ടൈം. 12:39 40 അങ്ങനത്തെ വന്നു. എന്നിട്ട് ഞാൻ വരുമ്പോൾ ടൈം ട്രെയിൻ എത്തുന്ന ലേറ്റ് തന്നെ 1 മണിയാറ്റം കാണിച്ചു. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് 1:30 കഴിഞ്ഞു, 2 മണിയായി, 2:30 മണിയായി. വണ്ടി എത്തുന്ന ടൈം കാണിക്കുന്നത് 2:30 മണി. അപ്പോൾ ഞാനിവിടെ 1:30 മണി വരെ ആറ്റം നിന്ന് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി. അങ്ങനൊരു സംഭവം ഉണ്ടായി. എന്താ അവസ്ഥ അല്ലേ, ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ലേറ്റ് ആവും. അപ്പോൾ അതുപോലെ അവിടെ ഞാനിപ്പോൾ എറണാകുളം പോകുന്നുണ്ടെങ്കിൽ എറണാകുളം അവിടെ എത്താൻ ലേറ്റ് ആവില്ലേ, അതുമായിരിക്കും അല്ലേ, അതുമായിരിക്കും. പ്ലാറ്റ്ഫോം നമ്പർ 3 കേട്ടോ. പ്ലാറ്റ്ഫോം 3ലേക്കാണ് വരിക കേട്ടോ വണ്ടി. ഓക്കെ, കണ്ണൂരെത്തിയപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനെത്തി. ഇവിടെ ഒരു ട്രെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, പ്ലാറ്റ്ഫോം 2-ൽ. ഇതണ്ട ഫുൾ പരസ്യം നോക്കിയാൽ തങ്കമണി ഫിലിമിൻ്റെ പരസ്യമാണ്. ജനപ്രിയ നായകൻ ദിലീപിൻ തങ്കമണി. ഇത് ബ്ലീഡിങ് വില്ലേജാ പരസ്യമാണ് കംപ്ലീറ്റ്. ഇവിടെ ഇങ്ങനെ പരസ്യം. ഇവിടെ അങ്ങോട്ടേക്ക് പരസ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ജനറൽ അങ്ങ് ബാക്കോട്ടേക്ക് പോവാം കേട്ടോ. പറ്റുമെങ്കിൽ സ്ലീപ്പറിലേക്ക് മാറാൻ നോക്കാം കേട്ടോ. സ്ലീപ്പറിലേക്ക് മാറാൻ നോക്കാം. അങ്ങനെ കിടന്നുറങ്ങാമല്ലോ, അല്ലെങ്കിൽ ജനറലാണെങ്കിൽ ഉറങ്ങാനൊന്നും കഴിയില്ല. നോക്കി ചെയ്യാം. എല്ലാ ആൾക്കാരിങ്ങനെ കിടക്കുന്നുണ്ടോ, ആൾക്കാരിങ്ങനെ കിടക്കുന്നുണ്ട്. അതുപോലെ വണ്ടി വരട്ടെ കേട്ടാ. അതാണേ ഇപ്പം ശരിയേന്. ഇപ്പം വളവട്ടിനെത്തിയിട്ടുണ്ടാവും. എന്തായാലും വണ്ടി വരട്ടെ. ഞാൻ നടന്ന് എഞ്ചിൻ്റെ ഭാഗത്ത് എത്തിന്. ഇതാ ഇവിടുന്ന് ഓണടിച്ചിപ്പോൾ ചെവിട് പോയി. വണ്ടി എടുക്കലായി തോന്നട്ടെ. ഇതിപ്പോൾ നീട്ടി ഓണടിച്ച്. ഇതിനപ്പുറത്തൊരു വണ്ടിയുണ്ട്. ആ വണ്ടിയാണ് എടുത്തത് കേട്ടോ. ഈ വണ്ടീൻ്റെ അപ്പുറം ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി എടുത്തു. കണ്ടോ പോകുന്നുണ്ടോ? ഇതിൻ്റെ ഈ ട്രെയിനിൻ്റെ ഉള്ളിലേക്കൂടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ നോക്കിയാ കണ്ടോ? ആ വണ്ടിയായിരുന്നു പോയത്. ഇത് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് കേട്ടോ. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. ശരിക്കും ഈ രാത്രി ഞാൻ പോകാൻ കാരണം എന്നറിയാം, രാത്രി ട്രെയിനിന് പോയി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അവിടെ എത്തും, എറണാകുളം എത്തും. അപ്പോൾ നമുക്ക് നമ്മളെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ അതെല്ലാം നടക്കും. നമ്മൾ രാവിലെ ആ വണ്ടിക്ക് പോകുന്നെങ്കിൽ ട്രെയിനിന് പോകുന്നെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തും. അപ്പം ഞാൻ അവിടെ പോയിട്ട് റൂമെല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം ഇറങ്ങേണ്ടി വരും, നമ്മളെന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ, ഇങ്ങനെ നമ്മളെ ആവശ്യം നടക്കണമെങ്കിൽ. അപ്പോൾ രാത്രി പോകുമ്പോൾ ഉറങ്ങാൻ പറ്റുമെങ്കിൽ നന്നായി, നല്ലത്. ഉറങ്ങണം, അല്ലെങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് കണ്ണൊന്നും പൊന്തൂല. അപ്പോൾ എങ്ങനെയെങ്കിലും ഉറങ്ങാൻ കഴിയുമോ നോക്കണം. കുറച്ച് ടൈം നമുക്ക് ഉറങ്ങണം. പറ്റുമെങ്കിൽ സ്ലീപ്പറിലേക്ക് മാറാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇതാ വണ്ടി പോയി. ആ വണ്ടി റൂട്ട് ഇങ്ങനെ പാസ്സായി. അപ്പോൾ രാത്രി ട്രെയിൻ കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ ഗുണമുണ്ട്. നമുക്ക് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ എത്തുമല്ലോ. ഇതിപ്പോൾ രാവിലെ 7:30 മണിയായിട്ടാണ് അവിടെ എത്തുന്ന കാണിക്കുന്നത്, ടൈം കാണിക്കുന്നത്. ലേറ്റ് ആകുമെന്ന് അറിയില്ല. നമ്മളെ വണ്ടി എത്തി തോന്നല്ലേ? നമ്മളെ വണ്ടി എത്തിയാ ലൈറ്റ് കാണുന്നുണ്ട്, നോക്കട്ടെ. കണ്ണൂരെത്തി. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് കണ്ണൂരെത്തി കേട്ടോ. ആപ്പിൽ കണ്ണൂരെത്തി. ഇനിയിപ്പം വരും ട്രെയിന്. ഇവിടെ കണ്ണൂരെത്തുന്ന ടൈം 2:09 കേട്ടോ. ഇന്നത്തെ ടൈം 2:09. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ 12:37 എത്തണ്ടി. വണ്ടി എത്തി. ഓക്കെ, ഇനി വണ്ടീൻ്റെ സൗണ്ട് ആയിരിക്കും, ഒന്നും പറയുന്നതൊന്നും കേൾക്കില്ല. നല്ല വ്യക്തമായിരുന്നു. ഇവരെന്തോ ഇവിടെ ലോഡ് എന്തോ ഉണ്ട് കണ്ടോ. ഇതാ വണ്ടി എത്തി. തിരക്കണ്ടോ? അതല്ല ഫ്രണ്ടിൽ പോയതെല്ലാം ജനറൽ സെക്കൻഡ് ക്ലാസ് കണ്ടോ. അതല്ല സെക്കൻഡ് ക്ലാസ് ഫ്രണ്ടിൽ 2 ഉണ്ടാവും. പിന്നെ ഇതെല്ലാം സ്ലീപ്പർ. ഫ്രണ്ടിൽ 2 ആയിട്ടാണ് സെക്കൻഡ് ക്ലാസ് കയറി, 1 2 ഇത് സ്ലീപ്പർ. നമുക്കുണ്ടല്ലോ ജനറൽ കയറാൻ, എന്നിട്ട്
കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് സ്ലീപ്പറിലേക്ക് മാറാൻ നോക്കാം. ടീറ്ററിനെ കണ്ടിട്ട് മാറാൻ നോക്കാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഫുൾ എ സി ഇതാ, എ സി ഫുൾ എ സി, ഇതെല്ലാം എ സിയാണ്. ഇനി ലാസ്റ്റ് ഇപ്പം ജനറൽ വരും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വന്നു. കുറച്ച് ഇങ്ങോട്ട് കേട്ടാ. ജനറലിൽ കയറാൻ കുറച്ച് നല്ല ആൾക്കാരുണ്ട്. ഇതാ മോശമില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഇതെല്ലാം എന്താ സാധനം? സെക്കൻഡ് ക്ലാസ്. ഇതെല്ലാം സെക്കൻഡ് ക്ലാസ് കേട്ടോ. സെക്കൻഡ് ക്ലാസ്. വിചാരിച്ച തിരക്കൊന്നുമില്ല കേട്ടോ. ഭയങ്കരമായ തിരക്കൊന്നുമില്ല. എന്നാൽ അപ്പുറത്തേക്കൂടെ കുറേ ആൾക്കാർ കയറുന്നുണ്ട്. ഉണ്ടോ? ഇവിടെ കയറാൻ ആളൊന്നുമില്ല. എന്താ അവസ്ഥ നോക്കട്ടെ. എന്നാ പാട്ടെല്ലാം കേൾക്കും. എന്നാ അവസ്ഥ? നേരത്തെ ആൾ കിടക്കുന്നുണ്ടല്ലോ. ഫുൾ ഗായകരാന്നല്ല അതിൻ്റെ ഉള്ളിൽ. എവിടെയാ വന്ന് പെട്ടത്? ഈരോട് കയറുമ്പോഴത്തേക്ക് പിള്ളേർ പാട്ട് പാടുന്നു. ഇങ്ങനെ പാടുന്നു. അന്താശ്ശേരിയാറ്റം കളിക്കാൻ ട്രെയിൻ എടുക്കണത്ര കേട്ടോ. കണ്ണൂരിന്ന് ഒരു 5 മിനിറ്റിൽ അധികം 5 മിനിറ്റോളം ആയി കേട്ടോ ഇപ്പം വെച്ചിട്ട്. ഞാൻ നേരെ ഇവിടത്തേക്ക് വന്നു. ഇവിടുത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളിവിടുത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, കാണില്ല കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ നിൽക്കാൻ കഴിയില്ല. വണ്ടി വിട്ടേട്ടാ. ട്രെയിൻ എടുത്തു. ഇതണ്ട ട്രെയിൻ എടുത്തു. നല്ല എടുത്തു. അപ്പുറത്തേക്കൂടെ ഒരു വണ്ടി പോകുന്നുണ്ട്. പ്ലാറ്റ്ഫോം 1 ഇത് പ്ലാറ്റ്ഫോം 2. ഇവിടെ നിർത്തിയിട്ട് കേട്ടോ. ഇതിന് പുലർച്ചക്കാന്ന് തോന്നുന്നു ഈ വണ്ടി എടുക്കല്. അതന്നെ. ഈ ട്രെയിനിൻ്റെ അവസ്ഥ കാണിച്ചാൽ കേട്ടോ. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിൻ അങ്ങനെ നല്ല സ്പീഡായി കേട്ടോ. ഇതുണ്ടോ? ഇവിടെ ആയിരുന്നു ബാഗ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. കംപ്ലീറ്റ് ഫുൾ വേസ്റ്റാണ്. എത്രയാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ, കവറും ഇതൊക്കെയാണ്. ഇതൊക്കെ വെള്ളം കെട്ടിക്കിടക്കുക. നല്ല അടിപൊളി സ്മെല്ലും നല്ല സ്മെല്ലുണ്ട്. എന്താ അവസ്ഥ? ഇനി ഇതെന്താ സംഭവം? ഇതെനക്കൊന്നും തിരിയുന്നില്ല കേട്ടോ. ഇത് ഗ്ലാസ് കാണുന്നു. ഇവിടെ എൻ്റെ കാലിനോട് വന്നൊരു ഗ്ലാസ് അടിച്ചു കണ്ടോ. ഗ്ലാസ് കണ്ടോ? ഫുൾ ബോട്ടിലാട്ടോ. എത്ര ബോട്ടിൽ നോക്കിയാൽ ഫുൾ ബോട്ടിലാണ് കണ്ടോ. വൃത്തിയെന്ന് പറഞ്ഞ സാധനമില്ല. ഡോറെന്താ ഇങ്ങനെ പൊട്ടിയിട്ട് കിടക്കുന്നത്? ഈ സാധനം ഇത് പൊട്ടിയിട്ട് കിടക്കുന്നത് കണ്ടോ. എന്താകുമ്പോൾ അത് അങ്ങനെ. എന്തായാലും കുറച്ച് അങ്ങോട്ടേക്ക് പോകട്ടോ. ഇവിടെ പിടിച്ചിട്ട് കോഴിക്കോട് എത്താൻ പോകുന്നത്. കോഴിക്കോട് എത്തിയിട്ടാണ് അത് പിടിച്ചിട്ടിട്ടാണ്. അവിടെ നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ പിടിച്ചിട്ടിന് വണ്ടി കൊടുത്ത് ഉറപ്പന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. കോഴിക്കോട് എത്താനായിട്ടോ. എത്തി. അതോ ഏകദേശം എത്തി കോഴിക്കോട്. സീറ്റൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ജനറൽ വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ സീറ്റില്ല. ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കോഴിക്കോട് എത്തിയിട്ട് സ്ലീപ്പറിലേക്ക് മാറാൻ നോക്കാം കേട്ടോ. ഓക്കെ. ടീച്ചറിനെ കണ്ട് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ കോഴിക്കോട് എത്തി കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. സ്ലീപ്പർ കിട്ടാൻ കേട്ടെ. സ്ലീപ്പർ കിട്ടിയാ ഭാഗ്യം. ഉറപ്പില്ല, നോക്കട്ടെ. ഒന്നാനെ മോൻ ഇത് ഫുള്ള് എ സി അല്ല. അങ്ങനത്തോളം എ സി.
നോക്കാം. നേരം വെളുത്ത് സമയം എത്രയാണെന്ന് അറിയാം? 5:50. 5:50. അങ്ങനെ തൃശ്ശൂർ എത്തിയേട്ടാ. തൃശ്ശൂർ ഇവിടെ എത്തിയാലും ഒന്ന് പുറത്തിറങ്ങിയതാ. സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല, തീരെ ഉറങ്ങിയിട്ടില്ല. വണ്ടി എടുത്ത് തൃശ്ശൂർ സത്യം പറഞ്ഞാൽ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഉറക്കെല്ലാം പോയി. എൻ്റെ പേര് പറഞ്ഞേ? പീയൂഷ്. എവിടെ സ്ഥലം? തലശ്ശേരി എന്നല്ലേ? തലശ്ശേരി എന്നല്ലേ പേര്? മട്ടന്നൂരാ? കറക്റ്റ് മട്ടന്നൂര്. നമ്മൾ എയർപോർട്ടിനടുത്ത് എന്തായാലേ. അപ്പോൾ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടു കേട്ടോ. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് വണ്ടി എടുത്തു. ഇനി നേരെ എറണാകുളത്തേക്ക്. നീ അടുത്തേക്ക് ആലുവയിലേക്കാ? ആലുവ അല്ലേ? ഞാൻ എറണാകുളം. സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല. ഇനി അവിടെ എത്തിയിട്ട് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. നോക്കാം. ഗായ്സ്, ആലുവ എത്തിയട്ടോ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത്. ആ ആലുവയാണ് ഈ ആലുവ. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. തീരെ ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ പ്ലാനെല്ലാം മൊത്തം മാറും കേട്ടോ. എൻ്റെ ഫുൾ മാറും. പ്ലാൻ കംപ്ലീറ്റ് മാറും. നോക്കാം. തീരെ ഉറങ്ങിയിട്ടില്ല. കണ്ണെല്ലാം എന്താ അവസ്ഥ, കുറച്ച് കഴിയുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. ഒരു പെറ്റ് ഉറങ്ങിയിട്ടില്ല എന്നറിയാം. പിന്നെ അടുത്തത് എറണാകുളം കേട്ടോ. ആലുവ കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളം. ഏകദേശം ആൾക്കാരെല്ലാം ഇറങ്ങി. ഇത് സ്ലീപ്പർ കേട്ടോ. ഇത് സ്ലീപ്പർ, അത് ജനറൽ. ഇത് സ്ലീപ്പർ സ്റ്റാർട്ടിങ്. ഇവിടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, എല്ലാം പോയി. അല്ല, ബോട്ടിൽ മാത്രം ഇവിടെ ബാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടോ. അതിലിടക്ക് ക്ലീനിങ്ങിന് ഒരാൾ വന്നു, ഒരു ചെക്കൻ വന്നിന്. ഇങ്ങനെ കംപ്ലീറ്റ് എന്താ പറയുക, ഒരു ബ്രഷ് എടുത്ത് വന്നിട്ട് എന്താ പറയുക, അടിച്ചു വരുന്നിടത്ത് ഒരു സാധനം എടുത്ത് വന്നിട്ട് മൊത്തം പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതെല്ലാം വലിച്ചിട്ട് പോയി. എല്ലായിടത്തും പോയി വലിച്ച് പോയി അങ്ങോട്ടേക്ക്. ക്ലീനിങ്ങിന് മറ്റേ സാധനമില്ലേ ഇങ്ങനെ വലിക്കുന്നത്, ആ സാധനം എടുത്ത് വലിച്ചിട്ട് പോയി. നിലത്തിട്ട് ഇങ്ങനെ വലിക്കുന്നത് സാധനം മനസ്സിലായില്ലേ, അത് എടുത്ത് വലിച്ചിട്ട് പോയി. ഞാൻ ആലുവയിൽ നിന്ന് വണ്ടി എടുത്ത് ആലുവ ഇറങ്ങണ്ട. അയ്യോ, വണ്ടി എടുത്തു വേഗം. നോക്കണേ സ്പീഡായേ. ആ ഓക്കെ. കണ്ടോ, റിസ്ക്കാണ്. പക്ഷെ വലിയ സ്പീഡായിട്ടില്ല, വണ്ടി വിട്ടപാടാണ്, അതുകൊണ്ട് ഇറങ്ങി. ഞാൻ ജീജു ഞാനും കുറച്ച് ദിവസം മുമ്പ് കോഴിക്കോടേക്ക് വന്ന സമയത്ത് ഇതുപോലെ എന്താ പറയുക, ഓടിക്കയറുന്നത് ഒരു ഫാമിലി അങ്ങനെ ഓടിക്കയറുന്നു. 1-2 ആൾ അതിൻ്റെ ഉള്ളിൽ കയറി, ബാക്കിയുള്ളവർ കുട്ടീനെയും കൊണ്ട് എന്താ പറയുക, കുട്ടീനെ എടുത്തിട്ട് ഉള്ളിലുള്ളവർക്ക് കൊടുക്കുന്നു. വണ്ടി മൂവായ സമയത്ത് കുട്ടീനെ എടുത്തിട്ട് ഉള്ളിലുള്ളവർക്ക് കൊടുക്കുന്നു. അവരും കയറേണ്ടിയാണ്. വണ്ടി ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി സ്പീഡാവൂലേ, സ്പീഡായി വരേണ്ടേ. പക്ഷെ എല്ലാവരും കയറി. റിസ്ക് കേട്ടോ, അങ്ങനത്തെ ഒന്നും നിൽക്കരുത്. ഇപ്പോൾ വണ്ടി ചെങ്ങായി ഉറങ്ങിപ്പോയിന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ചെയ്ത
സ്ഥലമാണ് ഇവിടെ വന്നിട്ട് ഡോറിനെടുത്ത് ഞാൻ ഡോറിനെടുത്തതിന് ഞാൻ വന്ന ആലുവ അപ്പോൾ വണ്ടി വിട്ട് ഞാൻ ആലുവ നിർത്തിയിട്ട് വണ്ടി ഇവിടുന്ന് ഞാൻ വീട് ഇറങ്ങണം ഓനെ കളിയേണ്ടത് എനിക്ക് തോന്നി ഇത് വീട് ഇറങ്ങേണ്ടതാണ് വീട് ഇറങ്ങേണ്ടതെന്ന് വെച്ചാൽ വീട് ഇറങ്ങേണ്ട ബാഗ് എടുത്തിട്ട് വന്നിട്ട് തുള്ളി അത് ചെയ്യരുത് കേട്ടോ അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാലും കുഴപ്പമില്ല ഇങ്ങോട്ടേക്ക് വന്നാലും കുഴപ്പമില്ല പക്ഷെ അത് ചെറിയൊരു നിമിഷം കൊണ്ട് ഇടങ്ങാറായി പോകും വണ്ടി സ്പീഡായി കേട്ടോ വണ്ടി നല്ല സ്പീഡ് വായിച്ചിവിടെ അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു കേട്ടോ ടൗൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു ഇനി സൗത്തിലേക്ക് ഉറക്കെടുത്തൊക്കെ സത്യം ഉറക്കിങ്ങനെ ആരുമില്ല വണ്ടിയിൽ ട്രെയിനിൽ ജനറലല്ല കേട്ടോ ഇത് ജനറൽ ആളുണ്ട് സ്ലീപ്പർ കണ്ട ഈ ഒരാളേ ഉള്ളൂ പിന്നെ അവിടെ ഒരാളുണ്ട് കണ്ണിങ്ങനെ അടയുന്നു തീരുറങ്ങില്ല ശരിയാക്കാം എന്താ പ്ലസ് ചായ കുടിക്കണം ചായ രാവിലെ എണീച്ചാൽ ചായ മസ്റ്റ് ചായ കുടിച്ചേ പറ്റും പ്ലസ് ചായ ഗായ്സ് പ്ലാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ മനസ്സിൽ പുതിയൊരു പ്ലാൻ ഉണ്ട് നോക്കട്ടെ അത് വർക്കൗട്ടാവാൻ നോക്കട്ടെ വർക്കൗട്ടാക്കണം അങ്ങനെ എത്തി കേട്ടോ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനെത്തി ജനറൽ ആളെ കാണണം അവിടെ ഇരിക്കുന്നുണ്ടോ അതും കുത്തിയിരിക്കുന്നുണ്ടോ നല്ല അങ്ങോട്ടുള്ള ആളുണ്ട് അവസ്ഥ നോക്കട്ടെ ഡോറിന് ഭയങ്കര വെയിറ്റാട്ടോ ആരും ഡോറിനടുത്ത് അങ്ങനെ നിൽക്കരുത് കേട്ടോ കാരണം എന്നറിയാമോ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടി സ്പീഡിൽ ഓടുന്ന സമയത്ത് ഇതിലുള്ള എയർ എടുത്തിട്ട് ഡോർ വന്ന് അടയും അപ്പം ഇവിടെ നിൽക്കുന്നവരെല്ലാം ആരാംശം അങ്ങോട്ട് പുറത്തേക്ക് തെറിക്കും കാരണം ഇതിനുള്ള എയർ എടുക്കുമ്പോൾ ഡോർ വന്ന് അടയാൻ സാധ്യതയുണ്ട് നല്ല അത്രയും വെയിറ്റുള്ള ഡോറാണ് ഭയങ്കര വെയിറ്റാണ് ഈ ഡോറ് ഒരു വണ്ടി പോകുന്നു അതാണ് ഓണടിച്ചു ആരുടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാലേ ഡോറിനടുത്ത് നിൽക്കരുത് കേട്ടോ ഞാനിപ്പോൾ ഇതാ ഡോറിൻ്റെ എൻഡിലുള്ള ഡോറിന് എന്തായാലും ഇപ്പുറം വന്ന് ഡോർ സൈഡിൽ വന്ന് നിൽക്കരുത് കേട്ടോ കാര്യം എയർ എടുത്തിട്ട് വന്ന് തട്ടിയിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഓക്കെ ഗൈസ് അങ്ങനെ എത്തി എറണാകുളം ജംഗ്ഷൻ ഇത് നിൽക്കൂലേ ഇങ്ങനെ പോകുന്നുണ്ട് വലിയ സ്റ്റേഷനായതുകൊണ്ട് അറ്റാടിയാന്ന് എത്തി പറയും പോലെ ഞാൻ ഫ്രണ്ടിലാണ് ഉള്ളത് അങ്ങനെ പറ ഞാൻ ഫ്രണ്ടിലാണ് ഉള്ളത് അങ്ങനെ ഇറങ്ങി കേട്ടോ ട്രെയിൻ ഇറങ്ങി വെള്ളം എവിടെയാണ് പോകുന്നല്ലേ എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട് ഉണ്ടോ ഗൈസ് അങ്ങനെ പുറത്തെത്തി എന്താ പരിപാടി അറിയാം ഇനിയത്തെ പരിപാടി എന്ന് വെച്ചാൽ മെട്രോ പിടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി മെട്രോ കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാം എന്നിട്ട് ഉള്ള പരിപാടി പറഞ്ഞുതരാം ഓരോന്ന് പരിപാടിയായിട്ട് കാണിച്ചു തരാം പറയുന്നില്ല എന്ത് രസാലേ ഇടെന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായ പണി ഞാൻ കാണിച്ചു തരാം കേട്ടോ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എന്തോ വലിയൊരു പണി നടക്കുന്നുണ്ട് കണ്ടോ ഇതെന്താന്ന് ബൈക്ക് പാർക്കിംഗ് ഇങ്ങോട്ടേക്ക് കാർ പാർക്കിംഗ് ഇങ്ങോട്ടേക്ക് എന്തോ വാണിങ്ങിൻ്റെ എല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ വലിയെന്തോ പണി നടക്കുന്നുണ്ട് കണ്ടോ ഒന്നും കാട്ട് മെട്രോയിൽ കയറി ഒരു സ്ഥലത്തേക്ക് പോയാണ് അറേ ചെവിടെ പോയി ഒരു സ്ഥലത്തേക്ക് പോയാണ് ഇതെല്ലാം ചായ അടിക്കാം
ഇപ്പം പിടിക്കുന്നുണ്ട്. ചായ വേണ്ട. മധുരം മതി 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 മതി. താങ്ക് യു. കടിയൊന്നും വേണ്ട, കടിയൊന്നും വേണ്ട. കടിയൊന്നുമല്ലേ? കടിയൊന്നും വേണ്ട, ഉള്ള ചായ. കുറച്ച് മധുരം ഉണ്ട് കേട്ടോ. ഞാൻ ഇത്ര മധുരം കുടിക്കുകയില്ല, ഇത്ര മധുരം ഇട്ടിട്ട് കുടിക്കുകയില്ല. കുറച്ച് മധുരമുണ്ട്. സ്ഥല കുറച്ച് നീ, പക്ഷെ എന്നാലും മധുരമുണ്ട്. പൈസ കൊടുക്കട്ടെ, ഒരു ചായ മാത്രം. അത് എത്രയാണ് ഇങ്ങനെ? ഇരട്ടിക്കാരനാണ്, ഇരട്ടിക്കാരൻ ഡ്രൈവറിനെ. ആ ഷോപ്പിലെ ചങ്ങായി എൻ്റെ വീഡിയോസ് കാണുന്ന ആളോ, സബ്സ്ക്രൈബറാണ്. എന്നെ കണ്ടവൾ പറഞ്ഞു കണ്ണൂരല്ലേ വീഡിയോസെല്ലാം കാണലിൻ്റെ വന്നു. നമുക്ക് മെട്രോയിൽ കയറല്ല, മെട്രോയിൽ QR കോഡ് ഉണ്ട്. QR കോഡ് 20 അല്ലേ? MG റോഡിലേക്ക് 20 രൂപ കേട്ടോ. നോക്കണം, ഒന്നുമില്ല. ബ്രീസ് നമ്മളെ വേഗം വരൂലേ? വേഗത്ത് ഓക്കെ സാർ. ഇവിടത്തേക്ക് പോകുന്നറിയോ? MG റോഡിലേക്ക് കേട്ടോ. MG റോഡിൽ പോയിട്ട് എന്താ പരിപാടി എന്നറിയാം? പറഞ്ഞുതരാം. ആ ചങ്ങായി ഓടിക്കേറി കേട്ടോ ഈ റൂട്ട്. അങ്ങനെ എത്തി. ഇപ്പം വണ്ടി വരും. വണ്ടി അത് Stand away from the doors. മഹാരാജ കോളേജ് അടുത്ത MG റോഡ് കേട്ടോ. അങ്ങനെ MG റോഡ് താരൊക്കെ ഇറങ്ങട്ടെ. പിന്നെ ഇറങ്ങുമ്പോൾ കുറച്ച് സംഭവം കാണിച്ചു തരാം. ഇതേണ്ട പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി മറ്റേ പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ കണ്ടോ. റിബൺ കട്ടിങ്, ഇതിൻ്റെ റിബൺ കട്ടിങ്ങിൻ്റെ ടൈമിൽ ഉള്ളതാട്ടോ. അതുപോലെ നമ്മളെ മുഖ്യമന്ത്രി അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഓരോ സംഭവങ്ങളിതാ ആ സമയത്തുള്ള ഇത് പണി നടക്കുന്നത്. കൊച്ചി മെട്രോ കൺസ്ട്രക്ഷൻ അറ്റ് ചെങ്ങമ്പുഴ പാർക്ക്. എന്താ പണിക്കാരും ഇതതിൻ്റെ ഫില്ലർ ഇത് പാർക്കുന്നത് കണ്ടോ. ഇതിൻ്റെ പൂജയും കാര്യങ്ങളായിട്ടാണ്. പൂജയും കാര്യങ്ങളും. ഓക്കെ ഗൈസ്, ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സാധനം ഇവിടെ വന്നേരം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെന്താ പറയുക, വാട്ടർ മെട്രോ ഓപ്പണായ സമയത്ത്, ഓപ്പണായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാട്ടർ മെട്രോ ഇല്ലേ, എന്തായാലും കയറി പോയാലും ചെയ്തു. അതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ട് കേട്ടോ, ഒന്ന് കാണുക കയറിയിട്ട്. ഓക്കെ, അന്ന് ഇവിടുന്ന് കുറച്ച് അപ്പുറത്തുനിന്ന് ദോശ തന്നിന്. ഇവിടെ എന്താ പറയുക, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയുണ്ട്. ഞാൻ അവിടെ നിന്ന് ദോശ തന്നിട്ടുണ്ടായിരുന്നു. ഒറ്റങ്ങ് നോക്കിയിട്ട് പോവാട്ടോ, വയറ്റൊന്ന് പോവാന്നറിയില്ല. എത്തി ഗോയ്സ് എത്തി.
നമ്മളെ മഹാത്മാഗാന്ധിയിലുണ്ട് കണ്ട ഗാന്ധിജീൻ്റെ ഓരോ കാലഘട്ടത്തിലുള്ള ഫോട്ടോസ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് കേട്ടാ. ഫസ്റ്റ് ഫ്ലോർ എത്തി, സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോർ. ഓക്കെ ഗുയിസ് ഇവിടത്തേക്കാ പോകുന്നറിയാം. ഇപ്പം പറഞ്ഞുതരാം. മുകളിലേക്കല്ലേ? ഇതെടുക്കല്ലേ? മുകളിൽ കയറട്ടെ. ഓക്കെ കുറച്ച് കിടക്കട്ടെ. ഓക്കെ സമാധാനം ചെയ്യാം. ഡോർമെറ്ററി കേട്ടോ, MG റോഡിലുള്ള ഒരു ഡോർമെറ്ററിയാണ്. അപ്പോൾ കുറച്ച് സമയം കിടക്കട്ടെ, കുറച്ച് സമയം ഉറങ്ങട്ടെ. ഓക്കെ അപ്പോൾ ഈ ഡോർമെറ്ററിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ കുറച്ച് സമയം ഉറങ്ങട്ടെ, തീരെ ഉറങ്ങിയിട്ടില്ല.